അപ്പം നമ്മുടെ ഇന്നത്തെ കസ്റ്റമർ എന്ന് വെച്ചാൽ എറണാകുളത്ത് നിന്നാണ് കേട്ടോ. എറണാകുളത്ത് നിന്ന് ഒരു സുന്ദരി ക്യൂട്ട് ബേബിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയുണ്ട് കണ്ടീഷൻ എന്ന് നോക്കാം. അപ്പോൾ നോക്കിയതാണ്ട് ഫ്രണ്ട് പോർഷനിൽ നിന്ന് തുടങ്ങുന്ന സാധനം ഇത് എൻഡ് വരെ ഉണ്ട് കേട്ടോ. അപ്പം ഇത് ഔട്ട് സൈഡാണ്. നമുക്ക് ഇൻസൈഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. നല്ലോണം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പിടിക്കുക ശരി. കാണിച്ചോളെ നല്ലോണം ഉണ്ട് കേട്ടോ. ഫുള്ളായിട്ട് പിന്നില്ലേ പേനിന്റെ ഷാമ്പു ഇട്ടായിരുന്നോടോ വാവേ? ഈരിക്കളഞ്ഞേ. വെരി ഗുഡ്, നല്ല വാവ. പേൻ ഒരുപാടുണ്ടായിരുന്നല്ലേ? ഇത് മുടിയെല്ലാം മുറിച്ച് മുറിച്ച് കളഞ്ഞേക്കുന്ന ആരാ? അതെന്തിനാ? പാർലറുകാരോ? അവരിഷ്ടത്തിന് മുടി ഒന്ന് മുറിച്ച് കളഞ്ഞോ? കുഞ്ഞ് ഇവിടെ വെച്ച് മുറിക്കാൻ പറഞ്ഞ മുടി എന്താണ് ഇവിടെ വെച്ച് മുറിച്ചത്? അതേല്ലേ എല്ലാരും ചോദിക്കലുണ്ട്, ഇതിങ്ങനെ ആയിക്കഴിഞ്ഞാൽ മുടി മുറിച്ച് കളഞ്ഞാൽ പോരെ, മുട്ടടിച്ചാൽ പോരെ. അതൊക്കെ ഓരോരുത്തരുടെ വിഷമം. അവർക്ക് അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും മുടിയൊക്കെ വളർത്തുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഇങ്ങനെ തുണ്ടാക്കിയാൽ എങ്ങനെയാ? കഷ്ടതയുണ്ട് കേട്ടോ. പക്ഷേ ഇത്രയും മുടിയൊക്കെ വളരാൻ എന്ത് പാടുപെടണമെന്നറിയാവോ? ഇത്ര ഉണ്ടായിരുന്നോ ഊട്ടാ മുടി? ഇത്ര മുടി ഉണ്ടായിരുന്നോ? ഇത്ര ആക്കി കളഞ്ഞോ? നമുക്കിത് കഴിഞ്ഞിട്ട് കരയണ്ട. നമുക്കിത് കഴിഞ്ഞിട്ട് അടിപൊളിയാക്കി വളർത്തിക്കൂടെ? എന്തുവാടോ വരണ്ടട്ടാ. ഒരു കുഞ്ഞിൻ്റെ മുടിയൊക്കെ ഇങ്ങനെ മുറിച്ച് കളയല്ല അവരുടെ അനുവാദം ഇല്ലാതെ. ചേച്ചി ഇതൊന്നും മുറിക്കാതെ എടുക്കുന്നത് കേട്ടോ. ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് തരും. അവർ വിചാരിച്ചാണ് ഇതൊന്നും എടുക്കത്തില്ല, അപ്പം ഈ മുടി മുറിച്ച് കളഞ്ഞാൽ ഇത് പോകുമെന്ന് വിചാരിച്ചിട്ട് എങ്ങനെ ചെയ്തായിരിക്കും. എന്നിട്ട് പോയോ? ഇല്ല, വളർത്താം കേട്ടോ. ഇത് കഴിഞ്ഞ് അടിപൊളിയായിട്ട് മുടി വളർത്തിയിട്ട് പാർലറിൽ പോകണ്ട കേട്ടോ. വേണ്ട, അവർക്ക് മുടി കാണുന്ന അലർജി ആയിരിക്കും, അതാ മുറിച്ച് കളഞ്ഞത്. മനസ്സിലായോ? അങ്ങനെ ചിരിക്കാൻ സുന്ദരി ചിരിയാ. അപ്പം നമുക്കിത് മൊത്തം ക്ലിയറിങ് ചെയ്യാം അല്ലേ? അപ്പം എൻ്റെ മോള് ഞങ്ങളുടെ എളുപ്പത്തിന് വേണ്ടി പേനെല്ലാം ഈരി കളഞ്ഞ് ഒരു പേൻ പോലും ഇല്ലാതെ വന്നിരിക്കുകയാണ് കേട്ടോ. പേനൊന്നും ഇല്ല, ഞാൻ കണ്ടില്ല ഇതുവരെ പേനൊന്നും. പക്ഷെ ഫുള്ള് ഈരുണ്ട്. അവള് പേനെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. നല്ല മോള്. പിന്നെ ഡാൻഡ്രഫ് ഉണ്ട് കേട്ടോ കുട്ടാ നല്ലോണം. നമുക്കിതെല്ലാം ക്ലിയർ ചെയ്യാം കേട്ടോ. അപ്പം പോലെ തുടങ്ങല്ലേ? അപ്പൊ നമ്മുടെ സുന്ദരിക്കുട്ടിയുടെ മുടിയൊക്കെ ക്ലിയർ ആക്കി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. വാ കാണിച്ചു തരാം. ഓക്കെ മക്കളെ, എങ്ങനെ ഇരുന്ന തലയായിരുന്നു നോക്ക്. ഇവിടെ നോക്കൂ, അതിങ്ങോട്ട് നോക്കൂ, ഇതിവിടെ നോക്കൂ. എന്തെങ്കിലും ഉണ്ടോ? ഫുള്ള് പോയി, ഫുള്ള് 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 പോയി. അപ്പില്ലേ? പിന്നെ പറ ഇനി ആ പാർലറുകാരെ കണ്ടാൽ എന്തായിരിക്കും പറയുന്നത്? ഒന്നും പറയത്തില്ല. ആ പാർലറാണ് ഈ പാർലറാണ് ഇഷ്ടപ്പെട്ടെ? ഈ പാർലറിൽ വന്നപ്പോൾ മുടി പോയില്ല അല്ലേ? അടിപൊളി മുടിയായിരുന്നു. നല്ല മുടിയായിരുന്നു. ഇത്ര ഉണ്ടായിരുന്നു, ഇത്ര വെട്ടി കളഞ്ഞു. മനസ്സാക്കിയില്ല. ഇവിടെ മാത്രല്ല മോളെ, ഉള്ളെല്ലാം ഇത്ര ഉള്ളു. അകത്തെല്ലാം ഷോർട്ടാക്കി കളഞ്ഞു. അതെന്തിനാ? അവര് പുറത്ത് ചെയ്തതോ ചെയ്ത വാഷ് ചെയ്തോണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ഇത്ര മടി എന്താണ് ചെയ്യാന്? നമ്മളിപ്പോ തുടങ്ങിയിട്ട് കുറെ പേര് തുടങ്ങിയിട്ടില്ലേ? അപ്പൊ പിന്നെ അങ്ങ് ചെയ്തുകൂടെ എന്തെങ്കിലുമൊക്കെ? ഫുള്ള് ഇതല്ലേ അത് എനിക്ക് സങ്കടമേ. ഇവര് പുറമേ ശരി ഇത്രയും ലോങ് കുറച്ച്, പക്ഷെ ഇത് ഉള്ളിൽ നിന്നല്ല ഇത്ര വലിച്ച് വെട്ടി കളഞ്ഞേക്കുന്നത്. നല്ല മുടിയല്ലായിരുന്നു? നല്ല മുടിയായിരുന്നു കേട്ടോ. ഇങ്ങനെ ചെയ്യരുത്. കാരണം നമ്മൾ ചെയ്യുന്ന ജോലിയോട്
നമ്മൾ ചെയ്യുന്ന ഒരു ജോലിയില്ലേ ഈ മുടിവെട്ടല് കാര്യങ്ങളൊക്കെ, അതിനോട് ചെയ്യുന്ന ഒരു കൃത്യം അല്ലെങ്കിൽ നീതികേടെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. സംഭവം എന്ന് വെച്ചാലേ ഈ വെട്ടി ഇത്രയുള്ള മുടി ഇത്ര ആക്കിയതും പോലെ ഇതിന്റെ അകത്തെ മുടിയെല്ലാം തുണ്ടുകൊണ്ടാക്കാന്. പിന്നെ എന്തിനാ ഇങ്ങനെ നമ്മള് വരുന്ന കസ്റ്റമർ അവർക്ക് എന്ത് സങ്കടം ഉണ്ടെന്ന് അറിയാം. എൻ്റെ അടുത്ത് വന്നപ്പോ രാവിലെ പറഞ്ഞപ്പോ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അപ്പോ നമ്മൾ എന്ത് ഹാപ്പിയാണ് നമ്മൾ വരുന്നത്, നിങ്ങളെ വിശ്വസിച്ച് വരുന്ന കസ്റ്റമറിന് നിങ്ങൾ കൊടുക്കുന്നത്. മോശമല്ലേ അതൊക്കെ. ഇനിയെങ്കിലും അങ്ങനെ ചെയ്യാതിരിക്കട്ടെ. കുറ്റപ്പെടുത്തണോന്ന് വെച്ചിട്ട് പറയുന്നില്ല, പക്ഷെ കുറ്റപ്പെടുത്താനുള്ള കാര്യങ്ങൾ ഉണ്ടാക്കി വെച്ചത് കൊണ്ട് മാത്രം പറയുന്നത് ഒന്നും തോന്നരുത്. പറഞ്ഞതിൽ യാതൊരു കുറ്റബോധവും എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. കാരണം വെച്ചാൽ അവളൊരു കൊച്ചു കുട്ടിയാണ്, അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല അവളുടെ മുടി നിങ്ങൾ മുറിച്ച് തുണ്ടാക്കിയേക്കുന്നത്. ഭയങ്കര മോശം കേട്ടോ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ആരോടും. ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാ പാർലറുകാരും നിങ്ങൾക്ക് ചെയ്യാൻ വയ്യെങ്കിൽ അവരെ പറഞ്ഞു വിടുക. ഓക്കെ, ഇത് നമ്മളിവിടെ ചെയ്യത്തില്ല, ഈ നിറ്റ്സൊന്നും നമ്മൾ എടുക്കത്തില്ല, നിങ്ങൾ വേറെ പാർലർ നോക്കിക്കോളാം എന്ന് പറഞ്ഞു വിടുക. അതൊരു മര്യാദയാണ്. ഇങ്ങനെ പിടിച്ചിരുത്തിയിട്ട് അവരുടെ മുടിയൊക്കെ മുറിച്ച് കട്ട് ചെയ്തിടാൻ ഞാൻ ഇനി പറയാം മോശമായിരിക്കും അല്ലേ. ഒക്കെ വിട്ടാല്ലേ. അപ്പോൾ നമ്മൾ സുന്ദരിക്കുട്ടി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, മൊത്തത്തിൽ ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്തോ മുടി വളർത്തണം അല്ലേ. സെറ്റാക്കണ്ടേ? നല്ല മുടി കേട്ടോ, സെറ്റായിട്ട് അടിപൊളിയായിട്ട് വളർത്തി. എന്താ വിഷമായിരുന്നോ? പിന്നെ പറ, എന്ത് പറ്റി? സങ്കടം വരുന്നോ? ഞങ്ങളുടെ കൊച്ചിനെ സങ്കടപ്പെടുത്തി പാർലറുകാരെ ഉണ്ടല്ലോ ഞങ്ങൾ അടിച്ച് ചണ്ടി പറയലാക്കും അല്ലേ. കരയണ്ട, തുണ്ടടി പെണ്ണ് കരയണ്ട കേട്ടോ. മുടിയല്ലേ വരും. മതി, കഷ്ടമുണ്ട് കേട്ടോ. സെറ്റ്. നീ ഇവിടെ ഇരുന്ന സാടാവും. നീ സാടാവും, നിന്നെക്കാട്ടി അപ്പുറം ഞാൻ സാടാവും. നിനക്ക് എന്നെ അറിയാൻ വയ്യാട്ടാ. ഞാനൊക്കെ കരയാൻ തുടങ്ങിയുണ്ടല്ലോ, മുല്ലപ്പെരിയാർ മാറിയിരിക്കും. മനസ്സിലായോ? നമുക്ക് അടിപൊളിയാക്കണ്ടേ? ഇത് അടിപൊളിയായി. ഇനി മുടി വളർത്തണം. ഇനി ഇവിടെ വരെ മുടി വളർത്തണം കേട്ടാ. അടിപൊളിക്കാതെ വളർത്തിയിട്ട് അവള് വരും കേട്ടാ. ഇല്ലേ? അടിക്കണേ നല്ലോണം കേട്ടാ. അടിച്ച് അടിപൊളിയായിട്ട് സെറ്റ് ആവണം കേട്ടോ. എന്തുവാ സങ്കടം മാറുന്നില്ലടി. അതൊക്കെ മാറിക്കോളും. ഇന്നോട്ട് മുടി ഏതെല്ലാം ഫാഷനിൽ ഇത് ശരിക്കും നല്ല അടിപൊളിയാണ്. നമ്മൾ സെറ്റ് ചെയ്ത മുടി പോലെ അല്ലേ. എല്ലാം പോയേ നല്ല മുടിയായിരുന്നു. ഇനി നമുക്ക് അടിപൊളി മുടി വരും കേട്ടോ. പോവാം. ഹാപ്പി ആയിട്ടിരിക്കട്ടോ. കരയരുത്. നമ്മള് ഭയങ്കര ബോൾഡല്ലേ. എങ്ങനാ സിംഗപ്പെണ്ണി? അതാണ്. പോവാ. അപ്പൊ ഞങ്ങള് പോവാട്ടില്ല, മുഖം ഞങ്ങള് കാണിക്കത്തില്ല. ഓക്കെ, സെറ്റ്. കൈ മാത്രം കാണിച്ചാൽ മതി. ടാറ്റാ. നീ